എവരിവൺ. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒറ്റ പേപ്പർ കൊണ്ട് തന്നെ 4 ടുലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. ഇത് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല, കാരണം കുറേ മടക്കാനും കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഷോർട്സിൽ പെട്ടെന്ന് നമ്മൾ സ്പീഡ് കൂട്ടുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത്. ആദ്യം തന്നെ ഞാനൊരു പേപ്പർ എടുത്തിട്ട് അത് 4 ആക്കി മടക്കിയിട്ട് 10.5 സെൻറ്റിമീറ്റർ വരുന്ന സ്ക്വയേഴ്സ് ആക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ടുലിപ്പ് മേക്കിംഗ് വീഡിയോ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കുറേ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് അതിങ്ങനെ പെട്ടെന്ന് സ്പീഡിലായതുകൊണ്ട് എനിക്ക് വേഗം മനസ്സിലാവുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ട്രൈ ചെയ്ത് ലാസ്റ്റൊക്കെ എനിക്ക് എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായി. അങ്ങനെ അതുകൊണ്ടാണ് ഞാനും ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമ്മളെടുത്ത ആ ഒരു 10.5 സെൻറ്റിമീറ്റർ വരുന്ന സ്ക്വയർ ക്രോസ് ആക്കി മടക്കി കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. 2 സൈഡിലും ചെയ്യണം. പിന്നെ നമ്മൾ സാധാ പേപ്പർ മടക്കുന്ന പോലെ തന്നെ 2 സൈഡിലേക്കും മടക്കുക. പിന്നെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് എനിക്കറിയാം, കാരണം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ് കുറച്ചും കൂടി മനസ്സിലാവുണ്ടാവുക. ഇവിടെ ഒരു കാക്ക വന്നതിന് കുറേ നേരമായി ശല്യപ്പെടുത്തുന്നു, വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല വോയിസ് ഓവർ ചെയ്യാൻ. അങ്ങനെ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് നേരം പോലെ കുറച്ചൊന്ന് 2-3 വട്ടം ചെയ്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ചെയ്യാനായിട്ട്. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എഡ്ജസൊക്കെ ഷാർപ്പാക്കിയിട്ട് വേണം മടക്കാൻ. റിയലായിട്ട് കാണുന്ന ടുലിപ്സ് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല, എന്നാലും കുറേ പേരൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തു. ശരിക്കും ടുലിപ്സ് ഉണ്ടാക്കുന്നത് ക്രേപ്പ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം. ഇതായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോക്ക് വോയിസ് ഓവർ ചെയ്യണത്. ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ക്രാഫ്റ്റ് വീഡിയോ അല്ലല്ലോ, അതിലെന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാൻ മാത്രമൊന്നുമില്ല. ഞാൻ ഈ സൂം ചെയ്ത് കാണിച്ച ഈ പാർട്ടുണ്ടല്ലോ, അത് നിങ്ങൾ നേരെ നോക്കിക്കോളി, കാരണം ഈ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഔട്ട്പുട്ട് കണക്കാക്കണം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടുലിപ്പ് ഫ്ലവർ നേരെ കിട്ടൂല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡിലേക്കും മടക്കി കൊടുക്കണം. പിന്നെ അതിലൊരു സൈഡ് നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് വേണം മടക്കാൻ, കാരണം അത് നമുക്ക് മറ്റേ സൈഡിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ളതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കണം. 2025 ഒക്കെ ആവാനായില്ലേ, അപ്പോൾ നമുക്കൊരു ബുള്ളറ്റ് ജേണൽ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് തീം എന്ത് ചെയ്യണം എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക കമൻറ്റിൽ. 2 സൈഡിൽ മടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നത്തെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മളൊന്ന് ഊതി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഊതി കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ഇങ്ങനെ ബോൾ പോലായിട്ട് വരും. ബോളുമല്ല, അതങ്ങനെ ഒന്ന് വീർത്ത് വരും. എന്നിട്ട് നമ്മൾ ഈ 4 സൈഡിലും പഴത്തിൻ്റെ തൊലിയൊക്കെ തൊലിച്ചെടുക്കണ പോലെ ഇങ്ങനെ തൊലിച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മൾ ടുലിപ്പ് ഫ്ലവർ ഉണ്ടാക്കാൻ. ഇനി നമുക്ക് അതിൻ്റെ ഉണ്ടാക്കേണ്ടത് സ്റ്റെമ്മ് അതുപോലെ ലീഫാണ്. സ്റ്റെം ഉണ്ടാക്കാൻ 16x7 സെൻറ്റിമീറ്ററിൽ ഞാനൊരു പേപ്പർ എടുത്ത് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ നല്ല രീതിയിൽ റോൾ ചെയ്ത് വരികയായിരുന്നു. എന്നിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് തേക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ എടുത്തതും അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും ഫസ്റ്റൊക്കെ തന്നെ റോൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ ഇവിടെ പിന്നെയും ആ കാക്ക വന്നു, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ നിർത്തിയത്. ഞാൻ ഇന്നലെ വീണ്ടും റോൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇത് റോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലവറിൽ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വലുതായി തോന്നി, കുറച്ച് വലിയ റോളായി തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ നമ്മൾ 2 സൈഡും ആ ഒരു റോളും ചെയ്തതിൻ്റെ 2 സൈഡും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഫ്ലവറിലേക്ക് ഇത് വെക്കാൻ എനിക്ക് നല്ല ഇഷ്ടം, കാരണം നല്ല സുഖമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹോൾ ഉണ്ടാവും. നമ്മൾ ആ ഊതിയ ഹോൾ ഉണ്ടല്ലോ, അതിലേക്കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കാം. ലീഫ് ഉണ്ടാക്കാനും ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുക്കുക. ലീഫ് പിന്നെ ഈ ടുലിപ്പിൻ്റെ ലീഫ് കുറച്ച് നീണ്ടിട്ടുള്ള ലീഫാവും, അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നമ്മൾ വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് വെക്കേണ്ട പരിപാടിയാണ്. വെക്കാനും ഭയങ്കര എളുപ്പം തന്നെയാണ്. നമ്മൾ ആ ഒരു ഊതി കൊടുത്ത ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിനുള്ളിലൂടെ വെച്ചിട്ട് ലീഫ് വെച്ച് കൊടുക്കുക. ലീഫ് ഞാൻ ഒരെണ്ണത്തിൽ ഒരു ഫ്ലവറിൽ ഒരു ലീഫേ വെക്കണുള്ളൂ. അപ്പോൾ ചെറിയ ഫ്ലവർ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അതേപോലെ എല്ലാം ഒട്ടിച്ച് കൊടുത്തന്നെ നമ്മളെ ഫ്ലവേഴ്സ് റെഡി. ഇത്രയും ഈസി ആയിട്ട് ടുലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന മുമ്പേ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണത്. ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കാരം. ഇപ്പോൾ ഏതായാലും ഉണ്ടാക്കാൻ പഠിച്ചല്ലോ, ഇനി ഇങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടാക്കി വീട്ടിൽ വെക്കണം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയാൻ മറക്കണ്ട. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.